Hi, hello, lovely morning and welcome to my YouTube channel Glam Goddess Sitija. ഇന്ന് നിങ്ങളുടെ ഗ്ലാം ഗോഡസ് വന്നിട്ട് റോഡിലെ സൗണ്ട് കാരണം നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം ട്രിപ്പൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ പല്ല് ഭയങ്കര വേദനയായിരുന്നു. ഐ ഗോട്ട് എ സീരിയർ ടൂത്ത് പെയിൻ ഓൺ വൺ സൈഡ്. സോ ഐ ആം ഹിയർ ടു വിസിറ്റ് ഡെന്റിസ്റ്റ് ക്ലിനിക്. ഐ വിൽ ഷോ യു ദ ഡീറ്റെയിൽസ്. അപ്പം എനിക്ക് ഡെന്റിസ്റ്റിനെ കാണേണ്ട അത്യാവശ്യത ഉള്ളതുകൊണ്ട് ഞാനൊരു ഡെന്റൽ ക്ലിനിക്കിനാണ് വന്നത്. എൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു. സോ ഇതാണ് ഡെന്റൽ ക്ലിനിക്. പല്ല് വേദനയും കാണിക്കണം, പിന്നെ എനിക്ക് പല്ല് ക്ലീനും ചെയ്യണം. ആ ലക്ഷ്യത്തോടെയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ അറിയാൻ എന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഗോഡസ് ഉള്ളിലേക്ക് പോകുന്നു പല്ല് ക്ലീൻ ചെയ്യാൻ. ആ റൂം കാണിച്ചു തരാം. ഇതാണ് ആ റൂം. പിന്നെ ഫർദർ പ്രൊസീജിയേഴ്സ് അവർ കവർ ചെയ്യാൻ അലോ ചെയ്യില്ല ഡ്യൂ ടു സം മെഡിക്കൽ സെക്യൂരിറ്റി റീസൺസ്. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ പോയത് ഇങ്ങനെ ഒരു റൂമിനകത്തേക്കാണ്. എൻ്റെ ഒരു അപ്പിയറൻസ് കൂടെ കാണിച്ചു തരാം. സോ ദാറ്റ്സ് എ തിങ്. പല്ല് ക്ലീൻ ചെയ്തതിന് മുമ്പ് ആ സിസ്റ്റർ പുറകെ നിൽക്കുന്ന ഒരു ഏപ്രോൺ പോലത്തെ ഒരു ഡ്രസ്സ് എനിക്ക് തന്നു. ഇതാണ് ആ റൂമിൻ്റെ ഇൻറ്റീരിയർ വ്യൂ വേർ ദ ടൂത്ത് ക്ലീനിങ് ഇസ് ഡൺ. ദ ഇൻറ്റീരിയർ വ്യൂ ഓഫ് ദറ്റ് റൂം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോഡസിൻ്റെ അങ്ങേ അറ്റത്തുള്ള പല്ല് ഇച്ചിരി പൊട്ടി നിൽക്കുന്നത് എടുത്ത് കളയണം. So the doctor asked me to wait after the cleaning process is done because actually the tooth pain is due to a tooth which got broken inside, deep inside area of the mouth. So now the tooth has to be extracted. Tooth remains, otherwise it will be paining like this. So after the cleaning process they asked me to wait to consult a senior doctor, and they will give me a date after taking the antibiotics prescribed by them to come after 2 days. So for that I am waiting. അങ്ങനെ നിങ്ങളുടെ ഗോഡസിൽ പല്ല് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിരിക്കാൻ പറഞ്ഞു. കാരണം ആ പല്ല് വേദനയുടെ കാരണം കണ്ടുപിടിച്ചു. അതിൻ്റെ എക്സ്റേ ആണ് ഞാൻ നേരത്തെ കാണിച്ചത് ഈ ക്ലിപ്പിങ്ങിന് മുന്നേ. അങ്ങേ അറ്റത്ത് മേളത്തെ അപ്പർ ജോഡ് അങ്ങേ അറ്റത്ത് ഒരു പല്ല് പകുതിയായിട്ട് കുറേയൊക്കെ പൊട്ടി അങ്ങ് പോയി. അപ്പോൾ അത് അതിൻ്റെ വേരിച്ചിരി ഉണ്ട്. അത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ പെയിൻ ആവും. അത് എത്ര ദിവസത്തേക്കാണ്? 3 ഡേയ്സത്തേക്കുള്ളതാണ്. അപ്പം ഒരു കാര്യം ചെയ്യും, ഇപ്പം പല്ലെടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്ന് വിളിക്കണം. ശനിയാഴ്ചത്തേക്ക് തരട്ടെ. ഈ ശനിയാഴ്ച അത് എത്ര മണിക്ക് വരാൻ കഴിയുന്നു? എപ്പോഴാണ് കംഫർട്ടബിൾ വരാനായിട്ട്? സാറ്റർഡേ എനിക്ക് കുഴപ്പമില്ല. എപ്പോഴാണ് കുഴപ്പമില്ല. ആ നിൽക്കുന്നതാണ് എൻ്റെ പല്ല് ക്ലീൻ ചെയ്ത ഡോക്ടർ, അശ്വതി ഡോക്ടർ. പക്ഷെ പല്ലെടുക്കുന്ന സീനിയർ ഡോക്ടറാണെന്ന് തോന്നുന്നു. സാറ്റർഡേ ഈവനിങ് തരട്ടെ. എത്ര മണിക്ക്? 4 മണി. ഓക്കെ, അപ്പോൾ എനിക്ക് അതിനനുസരിച്ചുള്ള ഡോസ് എടുത്താൽ പോരെ? അതാ പറഞ്ഞാൽ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പെയിൻ കില്ലർ കൂടെ എഴുതിയേക്കാം. ആൻറ്റിബയോട്ടിക്സ് 2 ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്നുവെച്ചാൽ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. അത് എഴുതിയിട്ടുണ്ട് 3 ഡേയ്സ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലറും എടുത്തിട്ട് ശനിയാഴ്ച 4 മണിക്ക് ചെല്ലാൻ പല്ലെടുക്കാൻ. അത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻ പിടിക്കാതിരിക്കാൻ പെട്ടെന്ന്. പിന്നെ ഞാൻ ഇടയ്ക്ക് ക്ലീനിങ് ചെയ്യുന്നേ പല ഡെന്റൽ ക്ലിനിക്സ് ചെയ്യുന്നു. പക്ഷേ ഈ ക്ലിനിക്കിൽ അവരൊരു സ്റ്റെയിൻ പിടിക്കാതിരിക്കാനുള്ള ഒരു മൗത്ത് വാഷും കൂടെ എഴുതിത്തന്നു. അപ്പോൾ ഇന്ന് ആൻറ്റിബയോട്ടിക്കും പെയിൻ കില്ലറും കഴിക്കാം. കാരണം അത് ഇരുന്നിട്ടും കാര്യമില്ലാന്ന് തോന്നുന്നു. വെറുതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൽക്കാലം ചിലപ്പോൾ ഇത് ശമിക്കും. ഇതൊക്കെ കഴിക്കുമ്പോൾ പിന്നെ അത് വരാനുള്ള ചാൻസ് കൂടുതൽ. കാരണം അത് നമ്മുടെ റൂട്ടിലും കൂടെ ആ സംഭവം അങ്ങനെ പൊടിഞ്ഞിരിക്കുന്നുണ്ടാണ് പണി. ഇങ്ങോട്ട് കൂടുതലുണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് 430 എന്തോ എക്സ്ട്രാക്ട് ചെയ്യാം. 400 to 500 ആണ് എപ്പോഴും വാങ്ങിക്കുന്നത്. മൗത്ത് വാഷ് വാങ്ങിച്ചിട്ട് ഇടയ്ക്കത് യൂസ് ചെയ്യും. അതിൻ്റെ എത്ര വരെയുള്ള കോസ്റ്റ് ഏകദേശം? 150. അത് പുറത്ത് കിട്ടുമോ സാധനം? അത് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം അല്ലേ? ഇപ്പോൾ സ്റ്റെയിൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ
നോർമലി നമുക്ക് യൂസ് ചെയ്യല്ലേ. ഞാൻ വേറൊരു കാര്യം ഒരു ഡോക്ടർ ചോദിക്കുന്നത്, ഈ ഏജ്ഡ് ആയവർക്ക് ചിലർക്ക് ഈ മൗത്തിൽ നിന്ന് ഭയങ്കര സ്മെല്ല് വരുന്നത് അതെന്തുകൊണ്ട്? ഇനി പല്ലൊക്കെ ദ്രവിച്ചിരിക്കുന്നതുകൊണ്ടാണോ? ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെ പല്ലൊക്കെ ഈ ദ്രവിച്ചിരിക്കുന്ന അങ്ങനെയും വരാമല്ലോ ഈ ഡി കെ ആയി. നമ്മളിങ്ങനെ 6 months ഒരിക്കലും ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ പ്രശ്നം വരത്തില്ല അതൊക്കെയല്ലേ. ഒരു ചിലവർ പറയുന്ന ഒരു മിസ്നോമർ ആണ് തോന്നി, മൗത്ത് വാഷ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്താൽ ഇങ്ങനത്തെ സ്മെല്ലിന്റെ പ്രശ്നം വരുമോ? വീക്ക്ലി ട്വൈസ്. അതിപ്പോ 2-3 ദിവസം യൂസ് ചെയ്താൽ മതിയായിരിക്കും ക്ലിയർ ചെയ്യാൻ വേണ്ടി. പക്ഷെ വീക്ക്ലി ട്വൈസ് നോർമലി യൂസ് ചെയ്താൽ മതി. ഇത് നമ്മൾ എത്ര ഇത് അത് തീരുന്നത് വരെ വൺസോ വല്ലതും ഡെയിലി നമ്മളിത് യൂസ് ചെയ്യണം. മറ്റേ സ്റ്റെയിൻ്റെ അപ്പൊ തൽക്കാലം സ്റ്റെയിൻ്റെ നമ്മൾ ചെയ്താൽ മതിയായിരിക്കും. പിന്നെ ഡ്യൂക്കോസ് വേണമെങ്കിൽ താരം എഴുതി വെച്ചിരിക്കുന്നത് ചെയ്യാം. പേയ്മെന്റ് ഞാൻ ഇവിടെയാണോ അവിടെയാണോ? താങ്ക് യു. 4 മണിയാവും അല്ലേ? അങ്ങനെ ഞാൻ ഡോക്ടറിനോട് കുറേ ഡൗട്ടുകൾ ചോദിച്ചു, അതിനൊരു ക്ലാരിറ്റി കിട്ടി. ഇനി ബിൽ പേയ്മെൻറ്റ് സ്ഥലത്തേക്ക് പോകുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവർക്കും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പല്ല് റെഗുലറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 6 മാസത്തിലൊരിക്കൽ ചെയ്യുക, അല്ലെങ്കിൽ വർഷത്തിൽ ഒന്നെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എൻ്റെ പല്ല് നോക്കിക്കുക, എന്ത് വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. പല്ലിൻ്റെ വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് ഞാൻ കാണിച്ചില്ല. കിടുവാണോ? കമൻറ്റ് ചെയ്യുക. So I have done my tooth cleaning successfully. Now for the tooth extraction, after taking the medicines which they have prescribed, I have to come on Saturday. Thanks for watching my vlog. Please do subscribe. Bye.